പുള്ളിക്കാരുടെ കൈ കൊടുത്തു, പന്ത് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് മാറ്റിയാൽ അങ്ങോട്ട് പിന്നെ ഓർമ്മയില്ല ഇവർക്ക്, അനക്ക് ഓർമ്മയില്ല. ഇതിട്ടത് കൊട വരാൻ പോയാലാണ് ഇത് കാണുന്ന സംഭവം. ഇതെന്നാ സാധനം ഒരു ചോർക്കുമ്പോഴേക്ക് ഇരുന്ന് സ്വർണ്ണ ഒളിയുന്നു. പിന്നെ ഞാൻ തൊട്ടിട്ടില്ല, ഇവരെല്ലാരും കൂടെ വന്നിട്ട് എല്ലാവരും പുറത്തുനിന്ന് കിണറ്റിന്റെ ഒക്കെ കൊണ്ടുപോയി വെള്ളം വലിക്കുന്ന ഒരാൾ, ഇതൊരാൾ കഴുകുന്നു, പിന്നെ ഇവര് കോക്കുന്നു. സ്വർണം തന്നെയാണ്, സ്വർണം തന്നെയാ, സ്വർണം തന്നെ. സ്കൂളിന് പിന്നിൽ നിധി മറഞ്ഞിരുന്ന ആ പറമ്പിലാണ് ഞാനുള്ളത്. ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് ഇന്നലെ നിധി എന്ന് നമ്മൾ ഇപ്പോഴും സംശയിക്കുന്ന ആ വസ്തു കിട്ടിയത്. ഇവിടെ ഈ ഭാഗത്ത് ആ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി വ്യാപകമായി മഴക്കുഴികൾ കുത്തിയിരുന്നു. ആ മഴക്കുഴികൾ കുത്തുന്നതിനിടയിലാണ് ഒരു വസ്തു കിട്ടുന്നത്. ആ വസ്തു കിട്ടി അതിനുശേഷം സ്വാഭാവികമായും കണ്ണൂരാണ്. അത് എന്താണ്, ബോംബാണോ കൂടോത്രമാണോ എന്താണെന്നൊക്കെ സംശയം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. എന്തായാലും ധൈര്യസമേതം പഞ്ചായത്ത് മെമ്പറെ വിവരം അറിയിച്ചു. അങ്ങനെ മെമ്പറാണ് വന്നത് അല്ലേ? പിന്നെ ആദ്യം വന്നാരാ? മെമ്പർ വേറെ ജീവനക്കാരനാ വന്നത്. പഞ്ചായത്ത് ഓഫീസിലെ കാണാൻ പറ്റുള്ളൂ. അതെ, പഞ്ചായത്തിലെ ജീവനക്കാരെയാണ് ആദ്യം വിളിച്ചത്. ഞങ്ങളെ ഈ തൊഴിലുറപ്പിന് വന്ന് നോക്കും, ഈ കുഴിയെല്ലാം കുഴിച്ചാൽ വന്ന് നോക്കുന്ന ഒരു വിഷ്ണു എന്ന് പറഞ്ഞൊരു മോനുണ്ട് നിങ്ങളെ പോലത്തെ. ഓനാണ് ആദ്യം ഞങ്ങൾ സുലു വിളിച്ചത്. സുലു അത് വിളിച്ചാന്ന് അവര് പോലീസിനെയും കൂട്ടി വന്നത്. അപ്പൊ നമ്മളൊന്നും വക സ്ഥലത്തില്ല, ഞങ്ങളെ പണിയും കഴിഞ്ഞു പോയി. സുലു നിധി കിട്ടിയ കക്ഷി ഇവിടെ ഉണ്ട്. ചോദിക്കട്ടെ, ഇവർക്ക് രണ്ടുപേർക്കും കൂടിയാണ് ഈ നിധി കിട്ടിയത്. പറഞ്ഞേ ആയിഷത്ത ഇവിടേക്ക് നോക്കൂ. നിധി കിട്ടിയതിനു ശേഷം ആയിഷത്തേക്ക് ഭയങ്കരമായ ഇതാണല്ലോ. നിങ്ങൾക്ക് രണ്ടുപേർക്കാണോ നിധി കിട്ടിയത്? ഇത് ബന്ധുക്കളുമാണല്ലേ രണ്ടുപേരും? ഇത് ആദ്യം ആർക്കാ കിട്ടിയത്? എന്താ ഒന്ന് കിട്ടിയ സംഭവം എന്ന് പറഞ്ഞു. പുയ്യല്ല എന്റെ കേറി നിങ്ങൾക്ക് വരും, ആടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്റെ കാലിന് തട്ടിയത് സാധനം. ഞാൻ നോക്കുമ്പോ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് നോക്കുമ്പോ ഇങ്ങനെ ഒരു സാധനം ഇങ്ങോട്ടേക്ക് വരുന്നതാന്ന് ഞാനൊക്കെ കിട്ടിയത്. പേടിച്ചു പോയോ ബോംബാണെന്ന് വിചാരിച്ചിട്ട്? ഇല്ല, കണ്ണൂരാണ്. ആദ്യം വിചാരിച്ച് പിള്ളേർ ബോള് കളിച്ചിട്ട് മണ്ണിന്റെ ഉള്ളിൽ അയക്കൂന്ന് വിചാരിച്ച് എടുക്കുമ്പോ അതിന്റെ അപ്പുറം ഇപ്പുറം കുളത്തുണ്ട്. അന്നേരം ഞാൻ ഇവിടെ കേറുമ്പോഴത്തേക്ക് ഇത് കളഞ്ഞു വിട്ടു. ചടി കൈ കൊടുത്തു, പന്ത് അങ്ങോട്ടേക്ക് മാറ്റിയാൽ അങ്ങോട്ട് പിന്നെ ഓർമ്മയില്ല ഇവർക്ക്, അനക്ക് ഓർമ്മയില്ല. ഇതിട്ടത് കൊട വരാൻ പോയാലാണ് ഇത് കാണുന്ന സംഭവം. ഇതെന്നാ സാധനം ഒരു ചോർക്കുമ്പോഴേക്ക് ഇരുന്ന് സ്വർണ്ണ ഒളിയുന്നു. പിന്നെ ഞാൻ തൊട്ടിട്ടില്ല, ഇവരെല്ലാരും കൂടെ വന്നിട്ട് എല്ലാവരും പുറത്തുനിന്ന് കിണറ്റിന്റെ ഒക്കെ കൊണ്ടുപോയി വെള്ളം വലിക്കുന്ന ഒരാൾ, ഇതൊരാൾ കഴുകുന്നു, പിന്നെ ഇവര് കോക്കുന്നു. സ്വർണം തന്നെയാണ്, സ്വർണം തന്നെയാ, സ്വർണം തന്നെ. പരിഷത്ത് മാത്രല്ല, ഇന്നലെ ഇത് അതിന്റെ ഒരു കഥ നമുക്ക് അവസാനിപ്പിക്കാം. അതിനുശേഷം വന്നിട്ട് പഞ്ചായത്തിനെ അറിയിച്ചു, പുരാവസ്തു വകുപ്പിനൊക്കെ കൈമാറി അല്ലെ? പോലീസ് വന്നു. ഒന്ന് പറഞ്ഞു. കഴുകുന്നതിന് മുന്നിലേ കിട്ടിയപ്പാട് പഞ്ചായത്തിൽ വിളിച്ചിനി. വിളിച്ചത് സുലുവേച്ചി. സുലോചനേച്ചിയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഈ കലാപരിപാടികളൊക്കെ. അതായത് ഈ എന്തായിരുന്നു നമ്മുടെ മഴക്കുഴി നിർമ്മാണം നടന്നത് തന്നെ അല്ലേ? പഞ്ചായത്ത് മെമ്പറും ഉണ്ട്. അവരിലേക്ക് വരാം. അതായത് ഇതെന്ത് ചെയ്തു, ഇന്നലെ കിട്ടിയ സാധനം എന്ത് ചെയ്തു എന്നും കൂടെ പറയാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്ത് മെമ്പറും കൂടി കൂടുന്നുണ്ട്. മെമ്പർ എന്താ ചെയ്ത്? എന്നിട്ട് അത് നമ്മൾ ഇവർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റുമായി ആലോചിച്ച് നമ്മൾ പോലീസിലേക്ക് വിവരം കൊടുക്കുകയും അത് പോലീസ് വന്ന് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. വകുപ്പിന് കൈമാറി. ഓക്കെ, ഇന്ന് അതേ സ്ഥലത്തുനിന്ന് ഫരിഷ വീണ്ടും ഇന്നലത്തേതിന്റെ ബാക്കിയെന്ന് കരുതുന്ന ഒരല്പം സാധനങ്ങൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ആ സാധനങ്ങളായിട്ട് ഇതാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇതെന്താണ്? ഇത് സ്വർണ്ണാണോ? ഇത് വെള്ളി, ഇത് സ്വർണം. പക്ഷെ അറബി ഒരുപാട് എഴുത്തുകളും കാര്യമൊക്കെ ഉണ്ട്. ഇത് നോക്കിക്കേ. അതുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് ഇവരുടെ മുസ്ലിംസിന്റെ എന്തെങ്കിലും അവര് പണ്ട് കുഴിച്ചിട്ടതാണോ എന്താന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു ഇതെല്ലാം അറബി ഭാഷയിലെല്ലാം എഴുതിയിട്ടും ഉണ്ടല്ലോ. അവരെ കഴുത്തിന് കെട്ടുന്ന ഇതെല്ലാം ആണ് നമ്മൾക്ക് ആ കിട്ടിയത് തേച്ചു. സംശയമുണ്ട്. നമ്മൾ അന്ന് ഒരു സംശയം എന്ന് വെച്ചാല് ആ കോയം കാണുമ്പോൾ നമുക്ക് അതുപോലെ തോന്നും. കാശുമാല പണ്ട് നമ്മൾ കോർത്തിടുന്ന കാശുമാലയാണ് ആ കിട്ടിയത്. അത് 13 കിട്ടി. അത് നമ്മൾ കഴുകുമ്പോൾ സ്വർണം തന്നെ തോന്നി. പഞ്ചായത്തിനെ വിളിച്ചു, പഞ്ചായത്തിനെ ഏൽപ്പിച്ചു, പഞ്ചായത്ത് പോലീസുകാരെ ഏൽപ്പിച്ചു. അതിപ്പോ കോടതിയിൽ എത്തിയെന്നാ പറയുന്നത്. രാവിലെ ഇതേ സ്ഥലത്ത് വീണ്ടും പണിക്ക് വന്നപ്പോഴാണോ അവിടെ തന്നെയാണ് ഇപ്പം നിങ്ങൾ ഈ കുഴീന്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞാലും നമ്മൾ കുഴീന്റെ അടുത്ത് വന്നു. ആദ്യം ഒന്നും കൂടെ തപ്പി നോക്കിയാലും നമുക്ക് ചപ്പിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത് സാധനം ഇത്.
ആ സാധനം നമ്മൾ ഇനി പിന്നെ പോലീസിനെ ഏൽപ്പിക്കും. എന്തായാലും എന്തൊക്കെയോ ഇതിനുള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ടല്ലേ? ഇനി പരിധിയൊക്കെ നിങ്ങൾക്കും കിട്ടും. എന്തായാലും നമുക്കൊരു ഫോട്ടോ എടുത്തിട്ട് പഞ്ചായത്ത് അയച്ചു കൊടുക്കും 10 മണി ഇടക്ക്. എന്തോ ഒന്നുകൂടെ പറഞ്ഞു. ഫോട്ടോ എടുത്തിട്ട് പഞ്ചായത്തിൽ അയച്ചു കൊടുക്കണം. എന്നതിന് ശേഷം മതിയാ. അതെ, ഇന്ന് പണിയെടുക്കണം അല്ലേ? ആ നിധി അല്ലേ മെമ്പറെ? ഇന്നൊരു ദിവസം ഈ നിധി കിട്ടിയെന്നൊന്ന് വിചാരിച്ചിട്ട് തൊഴിലുറപ്പ് പണിയെടുക്കത്തില്ലേ മോശമാണ്. എന്താ വെച്ചാൽ ഇവർക്ക് കുഴി കുഴിച്ചിട്ട് അവരെ വന്ന് അളന്നു നോക്കുമ്പോൾ കൃത്യം കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് പണിക്കൂലി കിട്ടൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് മാത്രല്ല ഇനി കുഴി കുത്തുമ്പോ ഇനി വീണ്ടും നിധി കിട്ടിയാലോ? നിങ്ങൾ ഇതൊക്കെ വരുത്തും, ഇവിടെ വരുത്തും, ആദ്യം വരുത്തും. ഇപ്പം ബോധോദയം വന്നു ഞങ്ങൾക്ക് ഇന്ന മാതിരിയാ വേണ്ടതെന്ന്. അതുകൊണ്ട് ആദ്യം അതിന് വേണ്ടുന്ന കാര്യം ഞങ്ങൾ ചെയ്യും. എന്നാലും ഞങ്ങൾക്ക് ഒന്നും തിരിഞ്ഞിട്ടില്ല. മനുഷ്യ സ്വാഭാവികമായും ഒരു അത്ഭുതം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഇതെന്തൊക്കെയാണ്, ഈ സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് പുരാവസ്തു വകുപ്പ് പരിശോധിക്കണം. അതിനുശേഷം പരിശോധിച്ചതിന് ശേഷം അതിന് എത്ര കാലത്തെ പഴക്കമുണ്ട്, സ്വർണവും വെള്ളിയും ഒക്കെ തന്നെയാണോ, ഇതെങ്ങനെ ഇവിടെ എത്തി എന്നതൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരാണ് ചെയ്യേണ്ടത്. ഇതെന്തായാലും പോലീസ് പുരാവസ്തു വകുപ്പിന് കൈമാറിയിട്ടുണ്ട്.